ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രെഡ്, ആർബിട്രേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് തിയറീസ് ഓർ അപ്രോച്ചസ് ഓർ മോഡൽസ് ഓഫ് ഫ്യൂച്ചേഴ്സ് പ്രൈസിങ്. ഫ്യൂച്ചർ പ്രൈസിങ്ങിൻ്റെ മോഡൽസ് അല്ലെങ്കിൽ അതിൻ്റെ തിയറീസ് അല്ലെങ്കിൽ അപ്രോച്ചസ്, ഈ 3 രീതിയിലത് അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും 4 ഇമ്പോർട്ടൻറ്റ് മോഡൽസാണ് ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളത്. 4 ഇമ്പോർട്ടൻറ്റ് മോഡൽസ്. ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ, സെക്കൻഡ് എക്സ്പെക്റ്റേഷൻ മോഡൽ, തേർഡ് വൺ നോർമൽ ബാക്ക്വേർഡേഷൻ മോഡൽ, ഫോർത്ത് വൺ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അങ്ങനെ പ്രധാനമായിട്ട് 4 രീതിയിലുള്ള മോഡൽസാണുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് ക്യാരി, 2 എക്സ്പെക്റ്റേഷൻ, 3 നോർമൽ ബാക്ക്വേർഡേഷൻ, 4 ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. 4 രീതിയിലുള്ള മോഡൽസ്. അതിൽ ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഓർ കോസ്റ്റ് ഓഫ് ക്യാരി അപ്രോച്ച്. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി അപ്രോച്ച് എന്ന് പറയുന്നത്? According to this approach, futures price depend upon 2 elements. That is the current spot or cash price of the commodity or financial instrument and the cost of carrying or storing the underlying commodity or financial instrument from the present time to the delivery date of the future contract. ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൽ 2 എലമെൻറ്റ്സാണ് വരുന്നത്. ഒന്ന് കറണ്ട് സ്പോട്ട് ഓർ ക്യാഷ് പ്രൈസ്, ആ ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ ഇന്നത്തെ ക്യാഷ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാരിങ്, അതായത് ഈ അണ്ടർലൈൻ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഈ പ്രസൻറ്റ് ഇപ്പോൾ ഇന്ന് മുതൽ ഡെലിവറി ഡേറ്റ് വരെ നമ്മൾ എവിടെ സൂക്ഷിക്കുന്നു അതിൻ്റെ എമൗണ്ട്, അതാണ് കോസ്റ്റ് ഓഫ് ക്യാരിങ് എന്ന് പറയുന്നത്. ഈ 2 ഡിറ്റർമിനൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നെയിമിൽ സ്പോട്ട് പ്രൈസ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് അല്ലേ, നമുക്ക് പറയുകയാണെങ്കിൽ 2 സ്പോട്ട് പ്രൈസും ക്യാരിങ് കോസ്റ്റും. ഇനി ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ വരുന്നുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് വരാം, ഇൻഷുറൻസ് കോസ്റ്റ് വരാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാം, അതുപോലെ തന്നെ ഫിനാൻസിങ് കോസ്റ്റ് വരാം. ഓക്കെ, ഈ എക്സ്പെൻസുകളൊക്കെ ഇൻകർ ചെയ്യുന്നത് ഫോർ സ്റ്റോറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ അസറ്റ് സേഫ് കസ്റ്റഡി. നമ്മുടെ ഈ അണ്ടർലൈങ് അസറ്റ് സ്റ്റോർ ചെയ്യാനും അത് സേഫ് കസ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചില കേസുകളിൽ ഈ ക്യാരിങ് കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ ഒരു പ്ലേസിൽ നിന്ന് അതാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫിനാൻസിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് ഫിനാൻസിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റുകൾ. അപ്പോൾ ടോട്ടൽ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഫിനാൻസിങ് ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത് ഗ്രോസ് ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. There is a possibility of earning a yield on storing the asset. Such yield is known as convenience yield from holding stocks. Convenience yield എന്ന് പറയുന്നത് that arise from ownership of an asset during the life of the future contract. കൺവീനിയൻ്റ് അല്ലേ, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ് കൺവീനിയൻസ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ക്യാരിങ് കോസ്റ്റ് നിന്ന് എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ പെർഫെക്റ്റ് മാർക്കറ്റിലാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരിങ് കോസ്റ്റ്. ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് പ്ലസ് ക്യാരിങ് കോസ്റ്റ്. ഈ പെർഫെക്റ്റ് മാർക്കറ്റിലാണ് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസും അതിൻ്റെ കൂടെ ക്യാരിങ് കോസ്റ്റുമാണ്. അതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, അതുപോലെ ഷോർട്ട് സെല്ലിങ്ങിന് കാര്യമായ റെസ്ട്രിക്ഷൻസ് വരുന്നില്ല, ഇൻവെസ്റ്റിന് പ്രത്യേകിച്ച് ലിമിറ്റൊന്നും ഇല്ലാതെ അവനെ ബോറോ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നോ ക്രെഡിറ്റ് റിസ്ക് ഇല്ല, നോ ടാക്സ് ഇല്ല. അതുകൊണ്ടാണ് പെർഫെക്റ്റ് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസും ക്യാരിങ് കോസ്റ്റും കൂടി ആഡ് ചെയ്താന്ന് പറയുന്നത്. അതിന് ചെറിയൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. എഫ് ഈസ് ഈക്വൽ ടു S0 ഇൻറ്റു 1 + C0, T. എഫ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസ്, S0 എന്ന് പറഞ്ഞാൽ കറണ്ട് സ്പോട്ട് പ്രൈസ്, C0 T എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാരി, അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം വരുന്നുണ്ട്. ഇഫ് നെഗോഷിയേറ്റഡ് ഓർ കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ഇസ് ലെസ് ദാൻ ദ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ്. 2 ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ഒന്ന് വരുന്നത് ഇഫ് നെഗോഷിയേറ്റഡ് ഓർ കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്, ഇപ്പോൾ നമ്മളൊരു മുൻകൂട്ടിയിട്ടൊരു കോൺട്രാക്ട് ഫ്യൂച്ചർ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ്. ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് 10 എന്ന് കണ്ടിട്ടുണ്ടാവും, അത് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റ് ചെയ്തൊരു 8 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ ഒരു ആർബിട്രേജ് അവിടെ ടേക്ക് പ്ലേസ് ചെയ്യും. അതിന് വരുന്ന പേരാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. ഓക്കെ, അതായത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് വരും, ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് വരും.
നേരെ തിരിച്ചാണെങ്കിലോ റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ്. അങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി എന്താണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്ന് പറയുന്നത് നോക്കി നോക്കാം. വെൻ കോൺട്രാക്ടർ ഫ്യൂച്ചർ പ്രൈസ് ഇസ് ഹയർ ദാൻ ദ കമ്പ്യൂട്ടർ ഫ്യൂച്ചർ പ്രൈസ്, അപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞത് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബോറോസ് മണി, ബൈസ് ദ ഗുഡ്സ് ടുഡേ ഫോർ ക്യാഷ്, സെൽസ് ഫ്യൂച്ചർ കോൺട്രാക്ട്, ക്യാരീസ് ദ ഗുഡ്സ് ടു ദ എക്സ്പയറേഷൻ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഇവിടെ ചെയ്യുന്നത് ബൈസ് ദ ഗുഡ്സ് ടുഡേ, സാധനങ്ങൾ ഇന്ന് തന്നെ വാങ്ങിയിട്ട് ക്യാഷിന് വാങ്ങുന്നു, എന്നിട്ട് അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സെല് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗുഡ്സ് ടു ദ എക്സ്പിറേഷൻ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്, എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴാണ് അത് സെല് ചെയ്യുന്നത്. ഓൺ എക്സ്പിറേഷൻ ഹി ഡെലിവേഴ്സ് ദ കമ്മോഡിറ്റി അഗെയിൻസ്റ്റ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഹി പേസ് ഓഫ് ദ ലോൺ. ആ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി അവർ എന്ത് ചെയ്യുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ദ പ്രോഫിറ്റ് ഓഫ് സച്ച് സ്ട്രാറ്റജീസ് കാൾ ക്യാഷ് ആൻഡ് ക്യാരി. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്താ പറയുക ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി അറിയപ്പെടും, നോൺ ആർബിട്രേജ് മോഡൽ എന്നും അറിയപ്പെടും. ഇവിടെ പറയുന്നത് അണ്ടർലൈങ് അസറ്റ് നമുക്ക് അബണ്ടൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ, അതുപോലെ സീസൺ ഡിമാൻഡ് ഇല്ലെങ്കിൽ, അതുപോലത്തെ സ്റ്റോറബിലിറ്റി ഓഫ് ദീസ് നോട്ട് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ, ക്യാൻ ബി സോൾവ് ഷോർട്ടായിട്ട് കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇങ്ങനെയുള്ള കേസുകളാണ്. അതുപോലെ ടാക്സ് കൊടുക്കണ്ട, അതുപോലെ തന്നെ നോ മാർജിൻ റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെ കേസുകളിലാണ് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി യൂസ് ചെയ്യുന്നത്, മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം. ഇനി നേരത്തെ പറഞ്ഞതാണ്, ഇതേപോലെ പറഞ്ഞത് തന്നെയാണ് റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി അപ്രോച്ച്. അവിടെ പറയുന്നത് വെൻ കോൺട്രാക്ടർ ഫ്യൂച്ചർ പ്രൈസ് ഇസ് ലോവർ ദാൻ ദ കമ്പ്യൂട്ടർ ഫ്യൂച്ചർ പ്രൈസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും റിവേഴ്സിൽ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും, ആ കമ്മോഡിറ്റി ഇന്ന് സെല്ല് ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യും. ദിസ് കോൺട്രാക്ട് വിൽ ബി യൂസ് ടു ഓണർ ദ ഷോർട്ട് സെയിൽ കമ്മിറ്റ്മെൻറ്റ്. ഷോർട്ട് സെയിൽ കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫർദർ ഹി ലെൻസ് ദ സെയിൽ പ്രോസീഡ്സ് ഓഫ് ദ കമ്മോഡിറ്റി അപ് ടു ദ ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ ഓഫ് ഫ്യൂച്ചർ ഡേറ്റ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് വിൽ സെൽ ദ അസറ്റ്, സേവ് സ്റ്റോറേജ് കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ് ദ പ്രോസസ് ടു ഏൺ എ റിട്ടേൺ ആൻഡ് ബൈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. അതിന് ഈ ഒരു റിവേഴ്സ് ആർബിട്രേജ് എന്ത് ക്രിയേറ്റ് ചെയ്യും, റിഡക്ഷൻ ഓഫ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ അസറ്റ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു ക്യാഷ് റിഡക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി അപ്രോച്ച് നമ്മൾ എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ദ പീപ്പിൾ ഹു ഡു നോട്ട് ഓൺ ദ അസറ്റ്, ആർക്കാണ് അതായത് സ്വന്തമാക്കിയിട്ട് അസറ്റ് സ്വന്തമായിട്ട് വയ്ക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത അപ്പോഴാണ് നമ്മൾ റിവേഴ്സ് ക്യാരി അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സച്ച് ആർബിട്രേജസ് മസ്റ്റ് ബോറോ ദ അസറ്റ് ഫ്രം സമ്മൺ എൽസ് ബിഫോർ ദേ ക്യാൻ സെൽ ഇറ്റ്. ഇൻ മെനി കേസ് ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏബിൾ ടു ബോറോ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ആൻഡ് ദേ ഡു നോട്ട് ഓൺ. അപ്പോൾ ചില കമ്പനിക്കാർ വേറെ കമ്പനികളുടെ ഷെയറുകളൊക്കെ വാങ്ങുന്നു, അത് വേറെ ആൾക്ക് വിൽക്കുന്നു അല്ലേ, അതാണ് റിവേഴ്സ് ക്യാരി അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ സ്വന്തം വാങ്ങി കഴിഞ്ഞാൽ അത് അവരുടെ പേരിലേക്ക് ആക്കണമെന്നില്ല, അങ്ങനത്തെ കേസുകളിൽ വരുന്ന സംഭവം അല്ലേ. ഇവിടെ കുറച്ച് ഇംപ്ലിമെൻ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് സെൽ ഇൻ സ്പോട്ട്, പിന്നെ അതുപോലെ തന്നെ ലെൻഡ് ദ പ്രോസസ് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിൽ, ബൈ ദ അസറ്റ് അറ്റ് ഫ്യൂച്ചർ പ്രൈസ്, മെച്യൂരിറ്റി ആണെങ്കിൽ എല്ലാം റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഇതിൽ വരുന്ന ഒരു കമ്പാരിസൺ ക്യാഷ് ആൻഡ് ക്യാരി സ്ട്രാറ്റജി, റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരി സ്ട്രാറ്റജി. ക്യാഷ് ആൻഡ് ക്യാരിയിൽ പറയുന്നു ബോറോ ഫണ്ട്സ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസിന് ഈക്വലായിട്ട് ഫണ്ട് ബോറോ ചെയ്യാം, ലെൻഡ് സെയിൽ പ്രോസസ്സിന് ഈക്വലായിട്ട് ലെൻഡ് ചെയ്യാം. പിന്നെ പറയുന്നത് ബൈ അസറ്റ് ആൻഡ് സ്റ്റോർ, അസറ്റ് വാങ്ങി സ്റ്റോർ ചെയ്യുന്നു, ഇവിടെ അസറ്റ് വിൽക്കുന്നു അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് നടക്കുന്നു. സെൽ ഫ്യൂച്ചേഴ്സ്, ബൈ ഫ്യൂച്ചേഴ്സ്, ക്യാഷ് ആൻഡ് ക്യാരിയിൽ വിൽക്കുന്നു, റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരിയിൽ വാങ്ങുന്നു. ഡെലിവറി അഗേൻസ്റ്റ് ഫ്യൂച്ചർ, ആക്സെപ്റ്റ് ഡെലിവറി അഗേൻസ്റ്റ് ഫ്യൂച്ചർ അനുസരിച്ച് ഡെലിവറി ചെയ്യുന്നു, ഇവിടെ ആക്സെപ്റ്റ് ഡെലിവറി സെറ്റ് അറ്റ് എക്സ്പിറേഷൻ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ പെർഫെക്റ്റ് മാർക്കറ്റിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നതാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. അതിൽ പറയുന്നത് അസംഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ ഇൻ പെർഫെക്റ്റ് മാർക്കറ്റ് ഹാവ് നോ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ. 5 ഇമ്പോർട്ടൻറ്റ് ഇംപെർഫെക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ട്, അൺഈക്വൽ ബോറോയിങ് ആൻഡ് ലെൻഡിങ് റേറ്റ്സ് ആണ്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സെൽ ബൈ പ്രോഫിറ്റ്, അതായത് ബിഡ് ആസ്ക് സ്പ്രെഡ് എന്നതിന് പറയാം, ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റോറേജ്, കമ്മോഡിറ്റീസ് കാനോട്ട് ബി സ്റ്റോർഡ് വെൽ, പല കമ്മോഡിറ്റികളും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റിലെ കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൽ വരുന്നത്. ഓക്കെ,
Then next, expectancy model അല്ലെങ്കിൽ expectation model, രണ്ടാമത്തെ മോഡൽ. This is advocated by James Keynes, J.R. Hicks and N. Khalida. They argued that the future price is the market expectation of the price at the future date. ഒരു മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ആണ് ഫ്യൂച്ചർ ഡേറ്റിൽ ഇത്ര പ്രൈസ് ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഇൻ കേസ് ഓഫ് കൺസപ്ഷൻ അസറ്റ്സ് ഓർ നോൺ ക്യാരി അസറ്റ്സ് ദ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ കാനോട്ട് വർക്ക്. അതായത് അസറ്റ്സും നോൺ ക്യാരി അസറ്റ്സ് ഒക്കെ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി മോഡൽ കാര്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്രൈസ് മസ്റ്റ് എക്സീഡ് ദ സ്പോട്ട് പ്രൈസ് ബൈ ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാരി ഫോർ ദ പീരീഡ് റിമൈനിങ് ഫോർ മെച്യൂരിറ്റി. ആ ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാരിയും സ്പോട്ട് പ്രൈസും ഒക്കെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെ പറയുന്നതാണ് ഫുൾ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത്. ഇവിടെ ഇൻ കേസ് ഫീച്ചേഴ്സ് ആർ നോട്ട് അറ്റ് ഫുൾ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാരി ടു ദ സ്പോട്ട് ആൻഡ് ദെൻ ദ പ്രോസസ് ഓഫ് ആർബിട്രേജ് സെറ്റ്സ് ഇൻ സം കേസസ് വി ക്യാൻ ഫൈൻഡ് ദ ഫ്യൂച്ചർ പ്രൈസസ് നോട്ട് ഓൺലി ദ ഫുൾ കോസ്റ്റ് ഓഫ് ക്യാരി. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫുൾ കോസ്റ്റ് ഓഫ് ക്യാരി ആവില്ല. ഇൻ സച്ച് കേസസ് ഏതർ ദ ആർബിട്രേജ് കനോട്ട് ബി എക്സീഡ് ഓർ ഗെയിൻസ് ആർ ടു ലിറ്റിൽ ടു ഓഫ്സെറ്റ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഡെലിവറി കോസ്റ്റ് ഡെലിവറി ചെയ്യാനും ട്രാൻസാക്ഷന് വേണ്ടി പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇനി എക്സ്പെക്റ്റൻസി തിയറിയിൽ പറയുന്നത് the futures price is a reflection of expected spot price in the future. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് പ്രൈസ് ആണ് അതിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. അതായത് ഫ്യൂച്ചർ പ്രൈസ് ഈസ് നത്തിങ് അതർ ദാൻ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ് ഓഫ് എൻ അസറ്റ് ഇൻ ഫ്യൂച്ചർ. ഒരു അസറ്റിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്പോട്ട് പ്രൈസ്. അപ്പോൾ രണ്ട് രീതിയിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ദ ഫീച്ചേഴ്സ് ബേസ്ഡ് അപ്പോൺ ദർ എസ്റ്റിമേറ്റ് ഓഫ് ദ ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ്. ഒന്ന് ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഫീച്ചേഴ്സ് ക്യാൻ either be at a premium or at a discount of cash price. ഫ്യൂച്ചേഴ്സിന് ഒരു ഡിസ്കൗണ്ട് ക്യാഷ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് ഗീവ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ക്യാഷ് പ്രൈസ് ലൈക്ലി ടു മൂവ് ഇൻ ദ ഫ്യൂച്ചർ. ക്യാഷ് പ്രൈസ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യണമെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഈസിലി ജസ്റ്റിഫയബിൾ ഇൻ കേസ് ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിനാണ് കൂടുതൽ നമുക്ക് പറ്റുന്നത്. ഇനി അറ്റ് ദ ടൈം ഓഫ് ഹാർവെസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കാം. ദസ് ദ എക്സ്പെക്ടേഷൻ മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ഫ്യൂച്ചർ പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ്. എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസും കറണ്ട് ഫ്യൂച്ചർ പ്രൈസും ഏകദേശം ഒന്നെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് F0T ഈസ് ഈക്വൽ ടു E0ST. വേറെ F0T എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസ് ആയിട്ട് T0, E0 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ആയിട്ട് T0, ST എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ്. E0ST എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ആയിട്ട് T0 ഓഫ് ദ സ്പോട്ട് പ്രൈസ് ടു പ്രിവെയിൽ അറ്റ് ടൈം ടി. നോക്കുക, ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. ഇവിടെ കറണ്ട് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സ്പോട്ട് പ്രൈസ് ആണ്. ഇതിൻ്റെ ഒരു മേജർ ഡീവിയേഷൻ എന്ന് പറയുന്നത് വിൽ ബി കറക്റ്റഡ് ബൈ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി. പ്രോഫിറ്റ് സീക്കിംഗ് സ്പെക്കുലേറ്റേഴ്സ് വിൽ ട്രേഡ് ആസ് ലോങ് ആസ് ദ ഫ്യൂച്ചർ പ്രൈസ് ഈസ് സഫിഷ്യൻ്റ്ലി ഫാർ അവേ ഫ്രം ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്. അപ്പോൾ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ പ്രൈസിലൊരു മേജർ ഡീവിയേഷൻ വരുന്നത് സ്പെക്കുലേറ്റേഴ്സ് ഇടപെടുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ പ്രോഫിറ്റ് സീക്കിംഗ് സ്പെക്കുലേറ്റേഴ്സ് വിൽ ട്രേഡ് ആസ് ലോങ് ആസ് ദ ഫ്യൂച്ചർ പ്രൈസ്. ഫോർ എക്സാമ്പിൾ ചെറുതായിട്ട് പറയുന്നുണ്ട്, ദർ ഇസ് ജനറൽ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ പ്രൈസ് ഓഫ് ഗോൾഡ് നെക്സ്റ്റ് ഏപ്രിൽ ഇറ്റ് വിൽ ബി 2500 പെർ മന്ത്. 2500 പെർ ഗ്രാമിന് വരുന്ന വിചാരിക്കുന്നു. ആൻഡ് ദ ഫ്യൂച്ചർ പ്രൈസ് ടുഡേ ഫോർ ജൂലൈ 1 മസ്റ്റ് ബി സം റിഫ്ലെക്ട്സ് ദിസ് എക്സ്പെക്ടേഷൻ. അതായത് 2475. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2500 മൈനസ് 2475, ദാറ്റ് ഈസ് 25. അതാണ് എക്സ്പെക്റ്റൻസി മോഡൽ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, നോർമൽ ബാക്ക്വേഡേഷൻ മോഡൽ. ബാക്ക്വേഡേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻ വിച്ച് ദ ഫ്യൂച്ചർ പ്രൈസ് ഇസ് ലെസ് ദാൻ ദ ക്യാഷ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസിനേക്കാൾ ലെസ് ആണ്. അങ്ങനെയുള്ള കേസിൽ ബേസിസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദിസ് സിറ്റുവേഷൻ ക്യാൻ ഒക്കർ ഓൺലി ഈ ഫ്യൂച്ചർ പ്രൈസ് ആർ ഡിറ്റർമിൻഡ് ബൈ കൺസിഡറേഷൻ അതർ ദാൻ ഓർ ഇൻ അഡീഷൻ ടു കോസ്റ്റ് ഓഫ് ക്യാരി ഫാക്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ ഫ്യൂച്ചർ പ്രൈസ് ഹയർ ദാൻ ദ ക്യാഷ് പ്രൈസ്. ദിസ് കണ്ടീഷൻ യൂഷ്വലി റിഫർ ടു ആസ് കൊണ്ടാങ്കോ. എന്താ പറയുന്നത്? ഫ്യൂച്ചർ പ്രൈസ് ഹയർ ദാൻ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസിനേക്കാളും വളരെ കൂടുതലാണ് ഫ്യൂച്ചർ പ്രൈസ് എങ്കിൽ അതിനെ പറയുന്നതാണ് കൊണ്ടാങ്കോ മാർക്കറ്റ് എന്ന്. ആൻഡ് ദ ബേസിക് ഈസ് പോസിറ്റീവ് ആയിരിക്കും. നോർമൽ ബാക്ക്വേഡേഷൻ ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ മാർക്കറ്റ് വെർ ഫ്യൂച്ചർ പ്രൈസ് ആർ ബിലോ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ട്. ക്യാപിറ്റൽ F ഈസ് ഈക്വൽ ടു E പ്ലസ് RP. F എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ്, E എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് സ്പോട്ട് പ്രൈസ്, RP എന്ന് പറഞ്ഞാൽ റിസ്ക് പ്രീമിയം. ഇതാണ് നോർമൽ ബാക്ക്വേഡേഷൻ മോഡലിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഹയർ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഹയർ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡിമാൻഡഡ് ബൈ ആൻ ഇൻവെസ്റ്റർ. റിസ്ക് കൂടുതലാണ് ക്യാപിറ്റൽ CAPA മോഡലിന്. The expected return demanded by the holder of future position is reflected in the difference between future price and expected spot price തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്.
രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ഉണ്ട് ഇന്നത്തെ കാലത്ത് എക്കണോമിയിൽ. ഒന്ന് സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ബൈ ഹോൾഡിംഗ് എ വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് മാർക്കറ്റ് റിസ്ക് കനോട്ട് ബി ഡൈവേഴ്സിഫൈഡ് അവേ. സോ ആസ് പെർ ദിസ് മോഡൽ ദ ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ബി കോമ്പൻസേറ്റ് ഓൺലി ഫോർ സിസ്റ്റമാറ്റിക് റിസ്ക്. ഇൻ ബ്രീഫ് ചുരുക്കി പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ലോങ് ഫ്യൂച്ചർ പൊസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ബീറ്റ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്. അതായത് ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് ഷുഡ് റൈസ് ഓവർ ടൈം ഇഫ് ബീറ്റ 1 is equal to 0. ഇഫ് ബീറ്റ 1 ലെസ് ദാൻ 0 ആണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് ഷുഡ് fall over time and vice versa. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫീച്ചേഴ്സ് പറയുന്നു ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് ഫോർ റിസ്കി അസറ്റ് പ്രൈസിങ്. പിന്നെ പറയുന്നത് ടോട്ടൽ റിസ്ക് ഓഫ് ഈച്ച് റിസ്കി അസറ്റ് ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു കമ്പോണൻസ് ദാറ്റ് ഇസ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. പിന്നെ ദ വാരിയബിലിറ്റി ഓഫ് ദ അസറ്റ് റിട്ടേൺ വിച്ച് ഇസ് റിലേറ്റഡ് വിത്ത് ദ അവൈലബിലിറ്റി ഓഫ് റിട്ടേൺ ഇൻ ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ ഈസ് കാൾഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ ബീറ്റ. The variability in the assets return in which unrelated with the variability of returns in the market portfolio is known as unsystematic risk. Unsystematic risk എന്ന് പറഞ്ഞാൽ പിന്നെ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ദ അസറ്റ് ഇസ് റിലേറ്റഡ് ടു എത്ര റിട്ടേൺ കിട്ടുന്നതാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് അല്ല ഫീച്ചേഴ്സ്. ഇനി അതിലൊരു ഇക്വേഷൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതിയെടുക്കുക. വേർ ഇ ഓഫ് ആർ പി ഇസ് ഈക്വൽ ടു R1 plus E into R M minus R I divided by standard deviation of M into R P അല്ലേ. ഇനി ഇത് ഓരോന്ന് വേർ ഈ കോമ ഈ ബ്രാക്കറ്റിൽ ആർ പി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പോർട്ട്ഫോളിയോ റിട്ടേൺ. പിന്നെ പറഞ്ഞാൽ ആർ ഐ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റിട്ടേൺ. ആർ എം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ മാർക്കറ്റ് പോർട്ട്ഫോളിയോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതിൽ ബീറ്റ റെപ്രസെൻറ്റ്സ് സിസ്റ്റമാറ്റിക് റിസ്ക് ആയിട്ടാണ് കാണുന്നത്. ഇനി എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി. ദ ഫോളോയിങ് മോഡൽ ഈസ് യൂസ്ഡ് ടു മെഷർ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ സെക്യൂരിറ്റി. അതിൽ പറയുന്നു ഇ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ആർ ഐ പ്ലസ് ആർ എം മൈനസ് ആർ ഇൻറ്റു ബി. ഓക്കെ, ഇത്രയാണ് അതിൽ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ക്ലാസ് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് പ്രൈസിങ് ഓഫ് കമ്മോഡിറ്റി ഫീച്ചേഴ്സ്.